ദീപകിനെ കുറിച്ചാണ്. വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ച് ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്ത് ആ വീഡിയോ വൈറലാക്കി ആരോപണ വിധേയനായ ചെറുപ്പക്കാരൻ അതിൽ മനം നൊന്ത് ആത്മഹത്യ ചെയ്ത് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും ആ വീഡിയോ പോസ്റ്റ് ചെയ്ത യുവതിക്കെതിരെ എന്തുകൊണ്ട് കേസെടുക്കുന്നില്ല, അവരെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് സാധാരണ ജനങ്ങളുടെ നിഷ്കളങ്കമായ ചോദ്യം. കഴിഞ്ഞ ദിവസമാണ് കോഴിക്കോട് സ്വദേശിയായ ദീപക് എന്ന യുവാവ് പയ്യന്നൂരിലെ തന്റെ ജോലി സ്ഥലത്തേക്കുള്ള യാത്രയിൽ ബസ്സിൽ വെച്ച് സെക്ഷൽ ഹരാസ്മെന്റ് നടത്തിയെന്ന് പറഞ്ഞ ഒരു യുവതി വീഡിയോ എടുക്കുകയും ആ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തത്. ആ വീഡിയോ വ്യാപകമായി പ്രചരിച്ചു. അതിന്റെ മനോവിഷമം കാരണം ദീപക് തന്റെ വീട്ടിലെ കിടപ്പുമുറിയിൽ ഫാനിൽ കെട്ടിത്തൂങ്ങി ജീവിതം അവസാനിപ്പിച്ചു. 5 വർഷം ജനപ്രതിനിധിയായി സേവനമനുഷ്ഠിച്ച കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് എന്ന് സ്വയം പരിചയപ്പെടുത്തുന്ന ഒരു സ്ത്രീയിൽ നിന്നും കുറച്ചുകൂടി ഉത്തരവാദിത്തപൂർണമായ സമീപനമായിരുന്നു സമൂഹം പ്രതീക്ഷിച്ചത്. ഏതായാലും ആ വീഡിയോയുടെ ശരിതെറ്റുകളെ കുറിച്ചല്ല ഇവിടെ ചർച്ച. ആ സംഭവത്തിന് ശേഷം, പ്രത്യേകിച്ച് ദീപകിന്റെ ആത്മഹത്യക്ക് ശേഷം വീഡിയോ എടുത്ത് പ്രചരിപ്പിച്ച യുവതിക്കെതിരെ വ്യാപക പരാതികൾ ഉയർന്നു. അവർക്കെതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോഴിക്കോട് കമ്മീഷണർ ഓഫീസിൽ പരാതികളുടെ പ്രളയം തന്നെ ഉണ്ടായെന്നാണ് പറയപ്പെടുന്നത്. ഇന്ന് ദീപകിന്റെ കുടുംബം നേരിട്ടെത്തി പോലീസിന് പരാതിയും കൊടുത്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് ഈ വിഷയത്തിൽ നിയമം പറയുന്നത്? BNSന്റെ 108-ാം വകുപ്പിലാണ് ആത്മഹത്യാ പ്രേരണ കുറ്റം പറയുന്നത്. അതായത് ആരെങ്കിലും ഒരാളെ ഏതെങ്കിലും വിധത്തിൽ ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചാൽ അയാൾക്കെതിരെ 10 വർഷം വരെ തടവ് കിട്ടാവുന്ന ഒരു കുറ്റാണത്. അതോടൊപ്പം ഫൈനും. അതാണ് സെക്ഷൻ പറയുന്നത്. ഈ സെക്ഷൻ പ്രകാരം ഈ ഒഫൻസ്, അതായത് ഈ ഒരു കുറ്റം, അത് നോൺ ബെയിലബിൾ ആണ്, കോഗ്നൈസബിൾ ആണ്. കോഗ്നൈസബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസിന് മജിസ്ട്രേറ്റിന്റെ ഉത്തരവോ അതേപോലെ വാറണ്ടോ ഇല്ലാതെ FIR ഇടാനും പ്രതിയെ അറസ്റ്റ് ചെയ്യാനും അധികാരം നൽകുന്നുണ്ട്. പക്ഷെ ആത്മഹത്യാ കേസുകളിൽ സാധാരണ ചെയ്യാറുള്ളത് CRPC 174 അല്ലെങ്കിൽ ഇപ്പോഴത്തെ BNSS പ്രകാരം 194 പ്രകാരം ഒരു അൺനാച്ചുറൽ ഡെത്ത് ആ ഒരു കേസ് രജിസ്റ്റർ ചെയ്യും. അൺനാച്ചുറൽ ഡെത്തിനുള്ള കേസ് രജിസ്റ്റർ ചെയ്യും. എന്നിട്ട് മരണപ്പെട്ട വ്യക്തിയുടെ ബോഡി ഇൻക്വസ്റ്റ് ചെയ്യും. പിന്നെ വല്ല ആത്മഹത്യ കുറിപ്പ് വല്ലതുണ്ടോ എന്ന് പരിശോധിക്കും. ഡിജിറ്റൽ എവിഡൻസ്, ഈ ആത്മഹത്യയിലേക്ക് കണക്ട് ചെയ്യുന്ന വല്ല ഡിജിറ്റൽ എവിഡൻസ് ഉണ്ടോ എന്നുള്ളത് അത് അന്വേഷിക്കും. ബന്ധുക്കളുടെ സ്റ്റേറ്റ്മെന്റ്സ് എടുക്കും. ഈ മരണപ്പെട്ട വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ അവസാന സമയങ്ങളിൽ ഉണ്ടായിരുന്ന മാനസിക നില എങ്ങനെയായിരുന്നു അന്വേഷിക്കും. വളരെ പ്രധാനപ്പെട്ടത് ഒരു പ്രോക്സിമേറ്റ് കോസ്, അതായത് ഈ മരണവുമായി ഏറ്റവും ബന്ധിപ്പിക്കാൻ കഴിയുന്ന ഒരു കാരണത്തെക്കുറിച്ചുള്ള അന്വേഷണം അതും നടത്തും. ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് ഇതിൽ 108 അട്രാക്ട് ചെയ്യുമ്പോൾ നോക്കുന്നത്. അഥവാ ആത്മഹത്യാ പ്രേരണ കുറ്റവുമായി ബന്ധപ്പെട്ട് വല്ല കേസും രജിസ്റ്റർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അന്വേഷിക്കുന്നത് പിന്നെയാണ്. അഥവാ ഇതിൽ ഇൻസ്റ്റിഗേഷൻ ഉണ്ടാവണം, ഏതെങ്കിലും ഒരു തരത്തിൽ ആത്മഹത്യയെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം ഉണ്ടാവണം. അതുപോലെ ഇന്റൻഷണൽ എയ്ഡിങ് ഉണ്ടാവണം, മനഃപൂർവ്വമായിട്ട് ആത്മഹത്യയിലേക്ക് സഹായകമായി പ്രവർത്തിക്കുന്ന വല്ല കാര്യവും മറ്റയാൾ ചെയ്യണം. അതേപോലെ മറ്റൊന്ന് പ്രധാനപ്പെട്ടത്, ഇയാൾ ആത്മഹത്യയിലേക്ക് തള്ളിവിടണം എന്നുള്ള ദുരുദ്ദേശത്തിൽ ആ ഒരു കുറ്റകരമായ ചിന്തയോടെ മെൻസറിയോടുകൂടെ ഉള്ള പ്രവർത്തനം മറ്റയാളുടെ ഭാഗത്തു നിന്നുണ്ടോ എന്ന് നോക്കും. അങ്ങനെ ഉണ്ടെന്ന് കണ്ടെത്തിയാലാണ് അവർക്കെതിരെ 108 പ്രകാരം കേസെടുക്കുന്നത്. അപ്പോ നേരത്തെ ഉണ്ടായിരുന്ന അൺനാച്ചുറൽ ഡെത്ത് കേസ് 108 പ്രകാരമുള്ള പുതിയൊരു FIR ആയിട്ട് കൺവേർട്ട് ചെയ്യുക, ഇതാണ് ഇതിൽ ചെയ്യുക. അപ്പൊ ഈ ഒരു ആദ്യഘട്ടത്തിലുള്ള പ്രാഥമിക അന്വേഷണങ്ങൾ കൃത്യമായിട്ട് നടന്നതിന് ശേഷം മാത്രമേ ആത്മഹത്യാ പ്രേരണ കുറ്റവുമായി ബന്ധപ്പെട്ടുള്ള FIR ഇതിലെടുക്കാൻ കഴിയുള്ളൂ. അപ്പൊ ഈ തരത്തിൽ ആത്മഹത്യാ പ്രേരണ കുറ്റ കേസുകളിൽ ആത്മഹത്യയും അതിലേക്ക് നയിച്ച കാരണവും തമ്മിലൊരു പ്രോക്സിമേറ്റ് ലിങ്ക് ഉണ്ടാവണമെന്നുള്ളത് സുപ്രീം കോടതി അടക്കം വിവിധ വിധിന്യായങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഈ കേസിൽ ദീപക് ഇത്തരമൊരു വീഡിയോയിലൂടെ ആത്മഹത്യയിലേക്ക് തള്ളിയിടപ്പെടും എന്നുള്ളത് ആ യുവതിക്ക് അറിയാമായിരുന്നു എന്നുള്ളതാണ് പോലീസ് കൊണ്ടുവരേണ്ടത്. യുവതിയെ സംബന്ധിച്ചിടത്തോളം അവർ കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആണ്, അവർക്കറിയാം, മറ്റൊരാളുടെ സൈക്കോളജി കൃത്യമായിട്ട് പഠിച്ച ആളാണല്ലോ. അതോടൊപ്പം തന്നെ ജനപ്രതിനിധിയായിട്ട് സാധാരണക്കാരോടൊപ്പം പ്രവർത്തിച്ച ആളുമാണ്. അപ്പൊ അതുകൊണ്ട് ആ ഒരു കാര്യം അറിയേണ്ടതാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു കാര്യം, ഇത്തരമൊരു വിഷയമുണ്ടായാൽ അത് ആദ്യമായിട്ട് അതിന് ഒരു കംപ്ലൈന്റ് കൊടുക്കണം, അതിനെ സമീപിക്കേണ്ടത് പോലീസിനെയാണ് എന്നുള്ള നിയമവശങ്ങളുടെ പ്രാഥമിക ധാരണയും അവർക്ക് ഉണ്ടാവണം. അപ്പൊ അത്തരം കാര്യങ്ങൾ ചെയ്യാതെ കേവലം സോഷ്യൽ മീഡിയ റീച്ചിന് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തത് എന്നുള്ളത് പോലീസ് കൊണ്ടുവരികയാണെങ്കിൽ, അതിനുള്ള എവിഡൻസ് കളക്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ FIRന് ബലമുണ്ടാവും. അപ്പൊ അത്തരം എവിഡൻസുകൾ കളക്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു സ്റ്റേജിൽ പോലീസിനെ സംബന്ധിച്ചിടത്തോളം നിർണായകം. അങ്ങനെ ഇല്ലാതെ വന്നാൽ, അങ്ങനെ ഇല്ലാതെ FIR ഇട്ട് കഴിഞ്ഞാൽ ആ FIR വീക്ക് ആവുകയും അത് ഹൈക്കോടതി മുമ്പാകെ കോഷ് ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയും ഉണ്ടാവുകയും ചെയ്യും. ഈ വിഷയത്തിൽ എന്തെങ്കിലും കാരണത്താൽ പോലീസ് FIR ഇടാൻ തയ്യാറാവുന്നില്ലെങ്കിൽ ദീപകിന്റെ കുടുംബത്തിന് SP അടക്കമുള്ള DGP അടക്കമുള്ള ഹയർ അതോറിറ്റിയെ സമീപിക്കാവുന്നതാണ്.
അവിടെയും പരിഹാരമായില്ലെങ്കിൽ മജിസ്ട്രേറ്റിന് പ്രൈവറ്റ് കംപ്ലൈന്റ് ഫയൽ ചെയ്യാവുന്നതാണ്. മജിസ്ട്രേറ്റ് നേരത്തെ പറഞ്ഞ ഈ പ്രാഥമിക കാര്യങ്ങളൊക്കെ പരിശോധിച്ച് പോലീസിനോട് എഫ്ഐആർ ഇടാൻ വേണ്ടി ഉത്തരവിടും. ആ ഒരു പരിഹാര മാർഗം കൂടി ദീപകിന്റെ കുടുംബത്തിന് മുമ്പിലുണ്ട് എന്ന് സൂചിപ്പിക്കുക. ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ആത്മഹത്യാ പ്രേരണ കുറ്റം കൂടാതെ IT ആക്ട് പ്രകാരമുള്ള ചില കുറ്റകൃത്യങ്ങളും യുവതി ചെയ്തിട്ടുണ്ട്. ഇവിടെ സെക്ഷൻ 67 പ്രകാരം 5 വർഷം വരെ തടവ് ശിക്ഷ കിട്ടാവുന്ന കുറ്റകരമാണ് സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഒബ്സീൻ ആയിട്ടുള്ള സീനുകൾ മറ്റൊരാളുടെ അനുവാദം കൂടാതെ പബ്ലിഷ് ചെയ്യുക എന്നുള്ളത്. ഒരാൾക്കെതിരെ ഒഫൻസുകൾ കമ്മിറ്റ് ചെയ്യപ്പെട്ടാൽ അയാൾ ചെയ്യേണ്ട നിയമപരമായ മാർഗങ്ങളുണ്ട്. പോലീസിന് കംപ്ലൈന്റ് ചെയ്യുക, അത്തരം കാര്യങ്ങൾ. അതിനപ്പുറത്തേക്ക് അത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നത് IT ആക്ട് പ്രകാരം കുറ്റകരമാണ്. ആ അർത്ഥത്തിൽ പോലീസിന് ആക്ട് ചെയ്യാനുള്ള സ്കോപ്പ് ഇപ്പോഴും നിലവിലുണ്ട്. പക്ഷെ പോലീസ് അത് പ്രയോഗിച്ചിട്ടില്ല. ഈ വിഷയത്തിൽ നിയമത്തിന് മുമ്പിൽ 2 വശങ്ങളുണ്ട്. ഒരു ഭാഗത്ത് ഒരാളെ സെക്ഷലി ഹരാസ് ചെയ്യപ്പെട്ടു എന്നുള്ള ഒരു അലിഗേഷൻ, അത് ജനുവിൻ ആണെങ്കിൽ തീർച്ചയായിട്ടും നിയമത്തിന് മുമ്പിൽ അതിന് പ്രൊട്ടക്ഷൻ ഉണ്ട്. മറുഭാഗത്ത് ഒരാളെ വ്യാജമായ ആരോപണം ഉന്നയിച്ച് അയാളെ സമൂഹത്തിൽ അപമാനിതനാക്കി മരണത്തിലേക്ക് തള്ളിവിട്ടു എന്നുള്ള ആരോപണമുണ്ട്. ഏതായാലും നീതിയാണ് പ്രധാനം. ഇതില് വസ്തുതകൾ കൃത്യമായി അന്വേഷിച്ച് സത്യം പുറത്തു വരട്ടെ. ആ കുടുംബത്തിന് പ്രത്യേകിച്ച് നീതി ലഭ്യമാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മറ്റൊരു നിയമവിഷയവുമായി നമുക്ക് വീണ്ടും കാണാം.